നേരത്തെ നിൽക്കുന്ന ആളാ. ഞാൻ വരാം താങ്കളിലേക്ക്. ഒറ്റ ചോദ്യം പെട്ടെന്ന്. ആരോടാ? റിനീഷ് നേരത്തെ പറഞ്ഞു, വയനാട് ദുരന്തത്തെ പറ്റി പറഞ്ഞല്ലോ. വയനാട് ദുരന്തത്തിന് കേന്ദ്ര ഗവൺമെന്റ് സഹായത്തിന്റെ ആവശ്യമില്ലായിരുന്നു. എന്തിനാണ് ആവശ്യം? ഇവിടുത്തെ പാവപ്പെട്ടവരും നാട്ടുകാരും ബിസിനസ്സുകാരും എല്ലാവരും കോടിക്കണക്കിന് രൂപ സർക്കാരിലേക്ക് 740 കോടി രൂപ നിങ്ങൾക്ക് കിട്ടിയപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്തത്? 1.5 വർഷം കഴിഞ്ഞതിന് ശേഷം 400 വീട് ഉണ്ടാക്കി ഉദ്ഘാടനം ചെയ്തു. ഒരു പണി തീരാതെ ഉദ്ഘാടനം ചെയ്തു. 420 കോടിന് അന്ന് സർക്കാർ 400 വീടിന് സർക്കാർ പറഞ്ഞെന്താ? ഒരു വീടിന് 20 ലക്ഷം രൂപ ചെലവാ. 400 × 80 എത്ര കോടി രൂപ? 80 രൂപ. 80 കോടി രൂപ. 80 കോടി രൂപ. 80 കോടി രൂപ ചെലവ്. പിന്നെ ആരോഗ്യ സേവനങ്ങൾക്കും വിദ്യാഭ്യാസത്തിനും ധനരാജിന്റെ ബാക്കി കാശ് കൂടി അവിടെ പോയി. സർക്കാരിന്റെ പൈസ വേണ്ട. ധനരാജിന്റെ രക്തസാക്ഷി ഫണ്ട് നമുക്കറിയാം. ഞാൻ പറഞ്ഞല്ല, CPM പ്ലീസ് രക്തസാക്ഷി ഫണ്ടിലേക്ക് വരാം. ആദ്യം വയനാട് ഫണ്ടിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കട്ടെ. പയ്യന്നൂർ MLA മധുസൂദനാണ് കോൺഗ്രസ് വിഷയം മാറ്റി കൊണ്ടുപോകാം. ഒരു മിനിറ്റ്. ആർട്ടിഫിഷ്യൽ പ്രളയം ഇവിടെ ഉണ്ടാക്കി. പ്രളയം കോടിക്കണക്കിന് അതൊന്നും വരുമാനം വന്നോ? അദ്ദേഹം പറഞ്ഞ ഒരു വസ്തുവില്ല. അല്ല, സംസ്ഥാന സർക്കാർ അദ്ദേഹം വികാരപരമായി പറയണ കാര്യം അദ്ദേഹം അവിടെ പറഞ്ഞോട്ടെ. സമയം കൊടുത്തില്ലേ? അദ്ദേഹത്തിന് സമയം കൊടുത്തില്ലേ? അദ്ദേഹത്തിന്റെ പാർട്ടി ഉൾപ്പെടെ UDF നേതൃത്വം ഉൾപ്പെടെ അവരുടെ ജീവനക്കാരോട് പറഞ്ഞ 5 പൈസ കൊടുക്കരുതാ. അതാണ് ഒന്നാമത്തെ കാര്യം. അവരുടെ ജീവനക്കാരോട് പറയട്ടെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടി. രണ്ടാമത്തെ കാര്യം പ്രിയപ്പെട്ട സുഹൃത്തെ, പ്രിയപ്പെട്ട സുഹൃത്തെ, CPM-ന്റെ യൂണിയൻ കൊണ്ടു കൊടുത്തതൊന്നുമല്ല. പ്രിയപ്പെട്ട കേരള ജനത രാഷ്ട്രീയം നോക്കാണ് നിന്ന ഈ കേരള ജനത അതിൽ പോലും പ്രിയപ്പെട്ട സുഹൃത്തെ, അദ്ദേഹം പറഞ്ഞല്ലോ മനുഷ്യന്റെ ജീവൻ വില കൽപ്പിക്കാതെ വർത്തമാനം പറയരുത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അമ്മ നഷ്ടപ്പെട്ട, അച്ഛൻ നഷ്ടപ്പെട്ട, മക്കൾ നഷ്ടപ്പെട്ട ഒരുപാട് കുടുംബങ്ങളുടെ ദുരിതം നമ്മളിപ്പോഴും കാണുകയാണ്. അവരെ ചേർത്ത് പിടിക്കാൻ കഴിഞ്ഞ 1.5 വർഷക്കാലമായി ചേർത്ത് പിടിക്കാൻ ഈ ഒരു ഗവൺമെന്റ് ഉണ്ടായിരുന്നുള്ളൂ. അവർക്ക് വാടക കൊടുക്കാൻ, അവരുടെ ലോൺ അടക്കാൻ, അവർക്ക് എല്ലാ സൗകര്യങ്ങളും കൊടുക്കാൻ ഈ ഗവൺമെന്റ് ഉണ്ടായുള്ളൂ. അത് മനസ്സിലാക്കണം. അങ്ങനെ ഒരു ഗവൺമെന്റ് ഇവിടെ ഉണ്ടായത് കൊണ്ട് അത്തരം പേർക്ക് അവിടെ വീടുണ്ടായി. നിങ്ങൾ പോയി നോക്കണം. ഒരുപാട് പേർ ഈ വെക്കേഷൻ ടൂർ പോകുന്ന സ്ഥലം ഇപ്പൊ അവിടേക്കാ. കാരണം കേരളം എങ്ങനെയാണ് ഹൈക്കോടതി ഉത്തരവ് ചോദിച്ചിട്ടുണ്ടല്ലോ. അങ്ങനെല്ലാം ചെയ്തിട്ടില്ലല്ലോ. ഞങ്ങളങ്ങനെ വെറുതെ കൃത്യമായി കണക്ക് കൊടുക്കാത്ത ഒരു സർക്കാരിന് തുക കൊടുക്കേണ്ടതില്ല. നിങ്ങളുടെ അഴിമതിയാണ് ഹൈക്കോടതി അവിടെ തന്നെ എടുത്തു കാണിച്ചത്. മറുപടി പറയാണ്ട് അവസരം തന്നെ. കാരണം ഡീല് പറയണ്ടല്ലോ. അതിന് ഈ കണക്കൊന്ന് കേൾക്കണം. ഇത് തൃശ്ശൂരിലെ കണക്കാ. എല്ലാവരും ഒന്ന് കേൾക്കണം. 2019